ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ ചില്ലിയുടെ ടേസ്റ്റിൽ ഒരു മുട്ട ചില്ലി ഉണ്ടാക്കിയാലോ? ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു 3 കോഴിമുട്ടയാണ്. ഒരു ബൗളെടുത്ത് വെച്ച് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെക്കുക. അതിനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുട്ട മിക്സ് ഒഴിച്ച് നമ്മൾ ഓംലെറ്റ് പൊരിക്കില്ലേ, അതുപോലെ പരത്തിയെടുക്കുക. അതിനുശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സും ഇട്ട് അതൊന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ അടുത്ത സൈഡിലോട്ട് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം ഒരു ചട്ടുകം വെച്ച് അതിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അതിന് വേറൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം സെയിം പാൻ എടുത്ത് വീണ്ടും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒരു ചെറിയ പീസ് ഇഞ്ചി കുനുകുന അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 5 അല്ലി വെളുത്തുള്ളി കുനുകുന അരിഞ്ഞ് ചേർക്കുക. ഒരു 3 പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം വലിയ പീസുകളായിട്ട് അരിഞ്ഞിട്ടുള്ള നമ്മുടെ സവാള, ക്യാപ്സിക്കം എന്നിവ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം മിക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ മിക്സിനെ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോഴേക്കും നമ്മുടെ മിക്സിന് ആവശ്യമായിട്ടുള്ള ടൊമാറ്റോ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിൽ ടൊമാറ്റോ ചില്ലി സോസ് ഉണ്ടെങ്കിൽ ചേർത്താൽ മതിയേ, അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് മാത്രം മതി. 1 സ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് മിക്സിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണേ. അതും കൂടെ കുറച്ച് ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. വീണ്ടും ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഒരു 2-3 മിനിറ്റത്തെ ഇളക്കലിന് ശേഷം നമ്മുടെ കഥയിലെ നായകനായിട്ടുള്ള നമ്മുടെ മുട്ട പൊരിച്ചത് ചെറിയ ചെറിയ പീസാക്കിയതിനെയും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ഇട്ട് കൊടുത്ത് ഈ മുട്ടയിലേക്ക് നമ്മുടെ മിക്സ് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. നമ്മുടെ പരിപാടി ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഇനി നമ്മുടെ മിക്സിനൊരു ഫ്ലേവറിനായിട്ട് നമുക്ക് കുറച്ച് മല്ലിച്ചീര കുനുകുന ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്താൽ സംഗതി ഉഷാറായി. ഇനി അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പരിപാടി കഴിഞ്ഞു. ഇനി ഫ്ലെയിം ഓഫാക്കി നമുക്ക് ആവശ്യത്തിന് സെർവ് ചെയ്യാം. ചപ്പാത്തിക്കൊപ്പോ പൊറോട്ടയ്ക്കൊപ്പോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ബെൽ ബട്ടണും കൂടെ അമർത്തണേ. എന്നാലേ ഞാനിടുന്ന നോട്ടിഫിക്കേഷനുകളൊക്കെ വേഗം നിങ്ങൾക്ക് വരുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.